എന്നിട്ട് വലിയ ഹൈറായിട്ട് നല്ല അഭിപ്രായം തോന്നി, നല്ല അഭിപ്രായം. അപ്പോൾ എനിക്ക് കണ്ടിട്ട് വലിയൊരു അനുഗ്രഹമാണ് തോന്നി. ഞാൻ എൻ്റെ മുന്നേ കണ്ടില്ലല്ലോ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളോടൊന്നൊരു കഥ പറയാൻ വേണ്ടി വന്നതാണ്. അയമൂട്ടിക്കായുടെ കഥയാണ്. പ്രായം 95 വയസ്സ്. സ്വദേശം വയനാട് സുൽത്താൻ ബത്തേരിക്കാരനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഏതൊരു മുസ്ലിമിൻ്റെയും ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരിക്കും മക്കയിലെത്തുക, ഒരു ഉംറ നിർവഹിക്കുക എന്ന് പറയുന്നത്. 95-ാമത്തെ വയസ്സിൽ അദ്ദേഹം അതിന് പുറപ്പെടുകയാണ്. പക്ഷേ പരസഹായമൊന്നുമില്ലാതെ നല്ല ആരോഗ്യവും ഓർമ്മശക്തിയോടും കൂടി തന്നെയാണ് അദ്ദേഹം ഇന്ന് മക്കയിലെത്തിയത് എന്നുള്ളതാണ്. എവരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഈ പ്രായത്തിലും ഒരാളുടെയും സഹായമില്ലാതെ, കൂട്ടിനാരുമില്ലാതെ, സ്വകാര്യ ഗ്രൂപ്പിൽ ഒറ്റക്കാണ് അദ്ദേഹം ഉംറ നിർവഹിക്കാൻ വേണ്ടി ഈ മക്കത്തെത്തിയത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കാം. നമുക്ക് 95 വയസ്സാകുമ്പോൾ നമ്മുടെയൊക്കെ ഒരു ആരോഗ്യത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം പറയുകയാണ്, 92-ാമത്തെ വയസ്സിലും അദ്ദേഹം തെങ്ങ് കയറുകയും അതുപോലെ തന്നെ കവുങ്ങ് കയറുകയും എല്ലാം ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇന്നും അദ്ദേഹത്തിൻ്റെ ജോലിയിൽ കർമ്മനിരതനാണ്. അദ്ദേഹം വിശ്രമിക്കുന്ന ഒരാളല്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇന്ന് മക്കത്തെത്തിയിരിക്കുകയാണ് ഉംറ നിർവഹിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആദ്യമായിട്ട് അയമൂട്ടിക്ക എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. ഈ സുൽത്താൻ ബത്തേരിക്കാരോടൊക്കെ ചോദിച്ചാൽ അവിടെ അറിയപ്പെടുന്നത് അയമൂട്ടിക്ക എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് അഹമ്മദ് കുട്ടി എന്നാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാം. വീട്ടിൽ നിന്നും നായികട്ടിൽ ഞാൻ ഒറ്റക്കായിരുന്നു. ഉംറ ചെയ്യാൻ പോകാൻ നല്ല വേറൊരാളില്ല, ഞാൻ വിടും. കുഴപ്പമില്ല. സെൽഫ് ചെയ്യാൻ അങ്ങനെ ആരുമില്ല. വീട്ടിൽ ഞാൻ ഒരു ചെറിയ മോനും ഞാനേ ഉള്ളൂ. ഉമ്മയുണ്ട്. ബാക്കിയുള്ളതൊക്കെ വീടെടുത്ത് വേറെ പോയതാണ്. ഓൽക്കൊക്കെ ഒരേതായ ചുറ്റുപാടുകൾ ഉണ്ടാവും. അപ്പം എൻ്റെ ഒപ്പം തരാൻ പറ്റില്ല. അങ്ങനെ പോന്നിവിടത്ത് ഇത്ര ദിവസവും കഴിഞ്ഞ് ഇത്ര സമയമായി, എനിക്കൊരു ക്ഷീണവും കഴിഞ്ഞൊന്നും. അപ്പോൾ മക്കയിലെത്തിയ അയമൂട്ടിക്കാക്ക പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം ഉംറ നിർവഹിച്ചു. അദ്ദേഹം പറയുകയാണ്, പ്രായം 95 ആയാലും എനിക്ക് ആരോഗ്യത്തിന് ഒരു കുഴപ്പവുമില്ല, അൽഹംദുലില്ലാ, ഞാൻ റാഹത്താണ്. ഇവിടെ എത്താൻ സാധിച്ചത് പടച്ച തമ്പുരാൻ്റെ കൃപ കൊണ്ടാണ് എന്നൊക്കെ അദ്ദേഹം ഒരുപാട് പടച്ചവന് നന്ദി പറയും നമ്മളെല്ലാം കണ്ടു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ മക്കയിലെത്തുക, ഉംറ നിർവഹിക്കുക എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുകയാണ്, എനിക്ക് 11 മക്കൾ നാട്ടിലുണ്ട്, അതുപോലെ തന്നെ ഭാര്യയും നാട്ടിലുണ്ട്. അവരെ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല എന്നും അവരെല്ലാവരും അവരുടെ പണികളും നോക്കിയിട്ട് അവരുടെ പാട്ടിന് പോയതാണ്. അവരെ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. എനിക്ക് ആരോഗ്യത്തിന് യാതൊരു കുഴപ്പവും പടച്ച തമ്പുരാൻ എത്തിച്ചിട്ട് ഇന്നില്ല. തീർച്ചയായിട്ടും ഞാൻ ഉംറ നിർവഹിക്കുക തന്നെ ചെയ്യും. അങ്ങനെ അദ്ദേഹം ആദ്യത്തെ ഉംറയും നിർവഹിച്ചു, രണ്ടാമത്തെ ഉംറയും നിർവഹിച്ചു, മൂന്നാമത്തെ ഉംറയും അദ്ദേഹം കാൽനടയായിട്ട് തന്നെ നിർവഹിച്ചു. അല്ലാതെ വീൽചെയറിലോ അതുപോലെ തന്നെ പരസഹായത്തോടു കൂടി ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ കാലിനും അതുപോലെ തന്നെ മനസ്സിനും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും പടച്ച തമ്പുരാൻ ഇന്ന് വരെ ഒരു കുഴക്കും വരുത്തിയിട്ടില്ല. അത് അങ്ങനെ നിലനിർത്തി കൊടുക്കുകയും ചെയ്യട്ടെ. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്, നമുക്കതുകൂടി കേൾക്കാം. എന്നിട്ട് വലിയ ഹൈറായിട്ട് നല്ല അഭിപ്രായം തോന്നി, നല്ല അഭിപ്രായം. അപ്പോൾ എനിക്ക് കണ്ടിട്ട് വലിയൊരു അനുഗ്രഹമാണ് തോന്നി. ഞാൻ എൻ്റെ മുന്നേ കണ്ടില്ലല്ലോ. ഇപ്പോൾ വന്ന് കണ്ടപ്പോൾ ഞാനിവിടെ എത്തിപ്പെട്ടതും കാണാനും അപ്പോൾ തോൽപ്പിക്കുകയില്ലല്ലോ എന്നുള്ള വലിയൊരു ആഗ്രഹത്തിലാണ് ഇപ്പം ഞാൻ. ഇപ്പം 95-ാമത്തെ വയസ്സിലാണ് അവധിയും തോൽപ്പിക്കുന്നത്. ആൾക്ക് പ്രായം ഉണ്ടെങ്കിലോ ഇല്ല, പക്ഷെ ആരോഗ്യം വേണം. ആരോഗ്യം ഉണ്ടെങ്കിലോ എവിടെയും പോവാം. എനിക്ക് പ്രായത്തിനനുസരിച്ച് എനിക്ക് ആരോഗ്യത്തിനൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ എഴുതി നടക്കും, എങ്ങോട്ട് പോകും. അയമൂട്ടിക്കാൻ്റെ ജീവിതം എന്ന് പറയുന്നത് വലിയ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിന് എന്നുള്ളതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ തീർത്ഥാടകർക്കും അതൊരു അത്ഭുതം തന്നെയായിരുന്നു. സാധാരണ ഈ 95 വയസ്സിലൊക്കെ ഉംറ നിർവഹിക്കാൻ വരുന്നവരൊക്കെ വീൽചെയറിലാണ് നമുക്ക് ഉംറ നിർവഹിക്കുന്നതെല്ലാം കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന് അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഇതുകൊണ്ടൊന്നും അദ്ദേഹത്തിൻ്റെ കഥ ഇവിടെ തീരുന്നില്ല. വീണ്ടും അദ്ദേഹം നമ്മെ ഞെട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി ലഭിച്ച ജബലന്നൂർ പർവ്വതം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ചെങ്കുത്തായ ഒരു മലയാണ്. ആ മലയും അദ്ദേഹം ഒറ്റയ്ക്ക് നടന്ന് കയറി എന്ന് പറയുമ്പോൾ തീർത്ഥാടകരെല്ലാവരും അദ്ദേഹത്തെ ഫോട്ടോ എടുക്കുകയും സെൽഫി എടുക്കുകയും ചെയ്യുകയാണ്. കാരണം ഇത്രയും വലിയ പ്രായത്തിലും അദ്ദേഹത്തിന് യാതൊരു ക്ഷീണമോ തളർച്ചയോ ഒന്നുമില്ലാതെ അദ്ദേഹം അത് നിർവഹിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അൽഹംദുലില്ലാ വലിയ ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ കുട്ടികൾക്ക് പോലും അങ്ങോട്ടൊക്കെ നടന്ന് കയറാൻ ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്. 2 കൊല്ലം മുന്നേ വരെ തെങ്ങുമലും കങ്ങുമലും ഒക്കെ കയറിയിരുന്നു. അതൊക്കെ ഇപ്പം നിർത്തിയായി. ഇപ്പം നായികട്ടി പള്ളിക്ക് 3-4 ഏക്കർ സ്ഥലമുണ്ട്. അതൊക്കെ ഇങ്ങനെ നോക്കും. അപ്പോൾ
പള്ളീൻ്റെ സ്ഥലമൊക്കെ അങ്ങനെ നോക്കി അതിൻ്റെ വരുമാനമൊക്കെ എടുത്ത് പുറത്തേക്ക് കൊടുത്താൽ പൈസയും ബില്ലും അങ്ങോട്ട് കൊടുക്കും. അങ്ങനെയുള്ള ഒരു പണിയാണ് ഇപ്പം ചെയ്യുന്നത്. നാട്ടിൽ ഭാര്യയും 11 മക്കളും എല്ലാമുള്ള അദ്ദേഹം ഇന്നും നിങ്ങൾ വിചാരിക്കേണ്ട റെസ്റ്റ് എടുത്തിട്ട് വീട്ടിലിരിക്കുകയാണെന്ന് ചിന്തിക്കുകയേ വേണ്ട. നായ്ക്കട്ടി ജുമാഅത്ത് മസ്ജിദിൽ, അത് സുൽത്താൻ ബത്തേരിയുള്ള ഒരു പള്ളിയാണ്, അവിടെയുള്ള ആ പള്ളിയുടെ വസ്തുക്കളും അതുപോലെ തന്നെ സ്ഥലവും എല്ലാം നോക്കി നടത്തുന്ന ആളാണ് ഇന്നും ഈ അഹമ്മദ് കുട്ടിക്ക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണക്കും കാര്യങ്ങളും എല്ലാം അദ്ദേഹം പറയുകയാണ്, എല്ലാ മാസവും പള്ളി കമ്മിറ്റിയെ ഏൽപ്പിക്കുകയും ചെയ്യും. അവിടെ നിന്ന് ശമ്പളം പറ്റിയിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തിയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ഒരു കാര്യവുമില്ല. അദ്ദേഹം ഇന്നും പറയുകയാണ്, കഠിനമായ ജോലികൾ കയറാനെല്ലാം അദ്ദേഹം ഇപ്പോഴും തയ്യാറാണ് എന്ന് പറയുകയാണ്. ഏകദേശം 2 വർഷം മുന്നേ അദ്ദേഹം കവുങ്ങ് കയറുകയും തെങ്ങ് കയറുകയുമുള്ള എല്ലാ ജോലികളും അദ്ദേഹം ചെയ്യും. ഒന്നും അദ്ദേഹം ചെയ്യാത്തതായിട്ടില്ല. ഇങ്ങനെ ആയിരിക്കണം ഒരു ഉപ്പമാരെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിന് വലിയ സന്തോഷം തരികയാണ്. കാരണം ഒരു ഉപ്പൂപ്പയാണ്. മക്കളുടെ മക്കളായി 11 മക്കൾ അദ്ദേഹത്തിനുണ്ട്. ആ മക്കൾക്കും ഒരുപാട് കുട്ടികളുണ്ട്, പേരക്കുട്ടികളുണ്ട്. അതെല്ലാം സന്തോഷകരമായിട്ട് നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് വീട്ടിൽ താമസിച്ച് ജീവിക്കേണ്ട ഈ ഒരു സമയത്ത് അദ്ദേഹം കർമ്മനിരതനായിട്ട് അദ്ദേഹത്തിൻ്റെ തൊഴിൽ കൊണ്ട് കിട്ടുന്ന പൈസയിലാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇന്ന് സുഖമായിട്ട് ജീവിക്കുന്നത്. ആ പൈസയിൽ നിന്ന് ഒരംശം മാറ്റി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ 95-ാമത്തെ വയസ്സിൽ പരിശുദ്ധ മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേരുന്നത്. അവിടെ എത്തിയതിനു ശേഷം 3 ഉംറ നിർവഹിക്കുന്നു. അതിനുശേഷം ജബലന്നൂർ പർവ്വതം അദ്ദേഹം നടന്ന് ഒറ്റയ്ക്ക് കയറുന്നു. ഈ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് അദ്ദേഹം പറയുകയാണ്, അൽഹംദുലില്ലാ, എനിക്ക് ഒരുപാട് സൗഭാഗ്യം തന്ന പടച്ചിറപ്പിനോട് ഒരുപാട് അദ്ദേഹം നന്ദി പറയുന്നു. അതെല്ലാം കഴിഞ്ഞുകൊണ്ട് ഇനി അദ്ദേഹം ഈ ഉംറ നിർവഹണത്തിൽ കഴിഞ്ഞതിന് ശേഷം ഇനി മദീനയിലേക്ക് റസൂലിന് സലാം പറയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് യാത്രയാവുകയാണ്. അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവുക തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനിയും എനിക്ക് പടച്ച തമ്പുരാൻ ആരോഗ്യം തരികയാണെങ്കിൽ എനിക്ക് ഇനിയും ഈ മക്കയിലും മദീനയിലേക്കും എത്താൻ പടച്ച തമ്പുരാൻ ആരോഗ്യം തരികയാണെങ്കിൽ ഇനിയും വരും എന്നാണ് അഹമ്മദ് കുട്ടിക്ക ഇപ്പോൾ പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്കൊരു പാഠം തന്നെയാണ്. ഏതായാലും നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും ഇത്തരത്തിൽ വീഡിയോ ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കും ഇത് എന്തിനാണ് എന്ന്. തീർച്ചയായിട്ടും ഇതൊക്കെ ഇൻസ്പിറേഷനാണ്. ഇത്തരത്തിൽപ്പെട്ട എനിക്ക് വയസ്സായിപ്പോയി പടച്ച റബ്ബേ ഒന്നും സാധിക്കില്ല എന്ന് നിങ്ങൾ ആരും ചിന്തിക്കേണ്ട. നല്ല ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരം ഇന്നും എന്നും ഇതുപോലെ തന്നെയായിരിക്കും. അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവും എല്ലാം ഇപ്പോഴും പഴയ പോലെ തന്നെ ഉഷാറാണ്. ഇനിയും ഒരുപാട് വർക്കുകളും ഒരുപാട് പണികളും എല്ലാം എടുത്തുകൊണ്ട് കുടുംബത്തെ പോറ്റി സുഖമായിട്ട് ജീവിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പടച്ച തമ്പുരാൻ ഇനിയും ഒരുപാട് ആയുസ് അദ്ദേഹത്തിന് കൂട്ടിക്കൊടുക്കട്ടെ. ഇനിയും ഒരിക്കൽ കൂടി മക്കയിലേക്കും മദീനയിലേക്കും എല്ലാം വരാനും ഉംറ നിർവഹിക്കാനും അതുപോലെ തന്നെ റസൂലിൻ്റെ അടുക്കിലേക്ക് പോകാനും എല്ലാം പടച്ച തമ്പുരാൻ അദ്ദേഹത്തിന് ആയുസ് നീട്ടിക്കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, കാണുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വീട്ടിൽ നിന്നും നായികട്ടിന്നും ഞാൻ ഒറ്റക്കേ ഉള്ളൂ. ഉംറ ചെയ്യാൻ പോകാൻ നല്ല വേറൊരാളില്ല, ഞാൻ വിടും. കൈവത്തല്ല.